നിതിൻ രാജിന്റെ മരണത്തിൽ വിശദീകരണവുമായി അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജ് മാനേജ്മെന്റ്. ലോൺ ആപ്പ് ഭീഷണിയാണ് ജീവനൊടുക്കാൻ കാരണമെന്ന് പ്രസ്റ്റീജ് എഡ്യൂക്കേഷൻ ട്രസ്റ്റിനു വേണ്ടി പുറത്തിറക്കിയ വിശദീകരണക്കുറിപ്പിൽ മെഡിക്കൽ ഡയറക്ടർ പി അദ്നാൻ സിദ്ദിഖ് വ്യക്തമാക്കുന്നു. അധ്യാപകർ ജാതി അധിക്ഷേപം നടത്തിയിട്ടില്ല. സൈബർ സെല്ലിൽ പരാതി നൽകാൻ അധ്യാപിക തീരുമാനിച്ചതിന് പിന്നാലെയാണ് നിതിൻ രാജ് ജീവനൊടുക്കിയതെന്നും വിശദീകരണമുണ്ട്. അതേസമയം പ്രിൻസിപ്പൽ ഓഫീസിലെ കൂടുതൽ ദൃശ്യങ്ങളും പുറത്തുവന്നു. ദൃശ്യങ്ങളിലേക്ക്. നിഖിൽ വിവരങ്ങളുമായി നമുക്കിപ്പം കണ്ണൂരിൽ നിന്ന് ചേരുന്നുണ്ട്. നിഖിൽ, ഈ അധ്യാപകരെ മാക്സിമം വെള്ളപൂശി എല്ലാ പഴിയും ലോൺ ആപ്പിന് മേൽ ചുമത്തിക്കൊണ്ടുള്ള ഒരു വിശദീകരണം. ഏതായാലും ഈ നിതിൻ രാജ് ജീവനൊടുക്കിയ സംഭവത്തിൽ ഇത് ആദ്യമായാണ് ഔദ്യോഗികമായി അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിന്റെ മാനേജ്മെന്റ് ഒരു പ്രതികരണം നടത്തുന്നത്. ആ പ്രതികരണത്തിൽ അവർ പൂർണ്ണമായും ഈ ലോൺ ആപ്പ് തന്നെയാണ് ജീവനൊടുക്കാൻ കാരണം എന്ന നിലപാടാണ് പറയുന്നത്. മാത്രമല്ല, ഇത്തരത്തിൽ ജാതി വിവേചനം എന്ന ആരോപണം നിലനിൽക്കില്ല എന്ന് കൂടി പറയുന്നുണ്ട്. അത് ഒരു അധ്യാപകനെതിരെയും അത്തരത്തിലൊരു പരാതി ഈ കോളേജിൽ വന്നിട്ടില്ല. ഡോക്ടർ റാമിനെതിരെയും ഈ ജാതി അധിക്ഷേപം എന്നൊരു പരാതി ഇല്ല എന്നുള്ളതാണ്. അത് മാത്രമല്ല, ഡോക്ടർ റാം എല്ലാവരോടും ഈ നിലയ്ക്ക് പെരുമാറുന്നയാളാണ്. അങ്ങനെ ഒരു വിവേചനം നിതിൻ രാജിന് മാത്രം ഏൽക്കേണ്ടി വന്നിട്ടില്ല എന്നുകൂടിയാണ് ഈ വിശദീകരണത്തിൽ പറയുന്നത്. മറ്റൊന്ന്, ഈ ലോൺ ആപ്പുമായി ബന്ധപ്പെട്ട് നിതിൻ രാജിന്റെ മരണത്തിൽ ഇവർ നൽകുന്ന വിശദീകരണം ഈ ലോൺ ആപ്പുകാരുടെ ഭീഷണിയാണ് നിതിൻ രാജ് ജീവനൊടുക്കാൻ കാരണം എന്നതാണ് പറയുന്നത്. വായ്പ എടുത്തത് സഹോദരി ഭർത്താവ് അശോകിന് വേണ്ടിയാണെന്ന് നിതിൻ പറഞ്ഞു എന്ന് ഈ കോളേജ് മാനേജ്മെന്റ് പറയുന്നുണ്ട്. അധ്യാപികയുടെ നമ്പർ റഫറൻസ് നമ്പറായി നൽകിയത് മാറ്റണം എന്ന് ആവശ്യപ്പെട്ടു. ഈ സമയത്ത് നിതിൻ ആദ്യം അത് നിരസിക്കുകയാണ് ചെയ്തത്. പിന്നീട് ഈ അധ്യാപിക സൈബർ സെല്ലിൽ നൽകുന്നതിന് വേണ്ടി പരാതി എഴുതാൻ പ്രിൻസിപ്പലിന്റെ റൂമിൽ നിന്ന് തന്നെ പരാതി എഴുതാൻ തുടങ്ങിയതോടുകൂടിയാണ് നിതിൻ രാജ് അവിടെ നിന്ന് ഇറങ്ങിപ്പോയത് എന്നുള്ള കാര്യം കൂടി ഈ വിശദീകരണത്തിന്റെ ഭാഗമായി പറയുന്നുണ്ട്. മറ്റൊരു കാര്യം പറയുന്നത്, ഈ നിതിൻ രാജ് ഇതുവരെയും ഈ കോളേജിൽ എത്തിയതിനു ശേഷം ഇതുവരെയും ഒരാൾക്കെതിരെയും ഒരു പരാതിയും നൽകിയിട്ടില്ല എന്ന് കോളേജ് മാനേജ്മെന്റ് പറയുന്നുണ്ട്. മറ്റൊന്ന്, ഇതിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമായി പറയുന്നത്, ഈ നിതിൻ രാജ് കോളേജിൽ വരുന്ന സമയത്ത്, അതായത് കോളേജിൽ എത്തുന്ന ആ തുടക്ക സമയത്ത് പുറത്ത് ചില വിഷയങ്ങൾ നിതിൻ രാജുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. ആ സമയത്ത് നിതിൻ രാജിനെ പരമാവധി സഹായിക്കുകയാണ് കോളേജ് ചെയ്തത്. അതീവ ഗുരുതരമായ ഒരു പ്രശ്നമായിരുന്നു അത് എന്നതുകൊണ്ട് തന്നെ നിതിൻ രാജിനെ കൗൺസിലിംഗിന് ഉൾപ്പെടെ വിധേയമാക്കാൻ രക്ഷിതാക്കളോട് ആവശ്യപ്പെട്ടു. കൗൺസിലിംഗ് പൂർത്തിയാക്കി തിരികെ വരാമെന്ന് പോലീസ് സ്റ്റേഷനിലും ഈ കോളേജിലും എഴുതി നൽകിയിരുന്നു രക്ഷിതാക്കൾ. ഇതിനെ തുടർന്ന് പോയ നിതിൻ രാജിനെ പിന്നീട് അധ്യാപികമാർ നിരന്തരം വിളിച്ചാണ് കോളേജിലേക്ക് തിരികെ കൊണ്ടുവന്നത് എന്നൊരു വിശദീകരണം കൂടി മാനേജ്മെന്റ് നൽകുന്നുണ്ട്. ശരി നിഖിൽ, ശരി, ഓക്കെ.